നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. നിങ്ങൾക്കറിയാം, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂർ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാണ് ഈ വിവരം അറിയുന്നത്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ അമ്മ സംഘടനയിലുള്ള ഭരണസമിതിയിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയൊക്കെ കുറിച്ച് ഒരാൾ രാജിവെച്ചു, പിന്നെ വരുന്ന ആരോപണങ്ങളൊക്കെ ഓരോ അംഗങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റ് ലാലേട്ടൻ നേരത്തെ തന്നെ പല പ്രശ്നങ്ങൾ വന്നപ്പോൾ രാജിവെച്ച് പോകാൻ പോയതാണ്. പുള്ളിയെ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാണ്. പുള്ളിക്ക് നേരത്തെ ഉള്ള വിഷയം വന്നപ്പോഴേ പുള്ളി പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല, ഭയങ്കര സങ്കടമായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഇപ്പോൾ രാജിവെച്ചത് നന്നായി സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത്തരക്കാരെ എങ്ങനെ വെച്ച് ഈ സംഘടന മുമ്പോട്ട് കൊണ്ടുപോകും, അല്ലെ ഈ ഭരണസമിതി മുമ്പോട്ട് പോകും. അപ്പോൾ നന്നായി. ഇനി വരുന്ന ഭരണസമിതി അമ്മ സംഘടനയെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. അമ്മ സംഘടനയിലുള്ള ഇത്തരം കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് കാണിച്ചു കൂട്ടുന്ന എന്താ പറയുക, ഇത്തരം പ്രവർത്തികളെ എതിരെയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഈ സെക്ഷുവൽ അബ്യൂസ്മെൻറ്റ് മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ സ്ത്രീകളെ കേൾക്കാൻ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാനും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാനും കരുത്തുള്ള, ആരെയും പേടിക്കാത്ത ഒരു അംഗത്തെയെങ്കിലും നിങ്ങൾ വെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ പക്ഷേ ആ സമയത്ത് പോലും പകരം ഒരാളെ ഓപ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പോലും അത്തരം ഒരാളെ ഞങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വെക്കും ആ അംഗത്തെ എന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെയുള്ള ഒരാളെയല്ല വെച്ച് ആ അംഗമാണ് വന്നിരുന്ന് പറഞ്ഞത്. നമ്മൾ കേട്ടതാണ്, എല്ലാവരും കേട്ടതാണ് വനിതാ മെമ്പർ പറഞ്ഞ്. അപ്പോൾ ഇനിയെങ്കിലും വരുന്ന ഭരണസമിതിയിൽ അങ്ങനെ വരട്ടെ. ഈ ജനറൽ ബോഡി കഴിഞ്ഞ് ഞാൻ അമ്മയ്ക്ക് 2 കത്തയച്ചതാണ്. ആദ്യമൊന്ന് ഇനി ഓപ്റ്റ് ചെയ്യുന്ന ആൾ ഞങ്ങളെ കേൾക്കുന്ന ആളായിരിക്കണം, ഞങ്ങളുടെ അഭിപ്രായം പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടൊരു കത്തയച്ചു. ജനറൽ സെക്രട്ടറി അതിന് മറുപടി അയച്ചതും തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ ഉണ്ടായ അനുഭവം എന്താണ്? നമ്മൾ അവിടെ എങ്ങും പറഞ്ഞു കേൾക്കാത്ത ഓപ്ഷൻ, ഒരു വിഭാഗം സ്ത്രീകൾ പറഞ്ഞ് ഒന്നും കേൾക്കാതെയുള്ള ഒരു പെരുമാറ്റവും ഒരു തെരഞ്ഞെടുപ്പുമാണ് ഉണ്ടായത്. അപ്പോൾ അതിനെതിരെ ഞാനൊരു കത്ത് വീണ്ടും അയച്ച്, കാലാകാലങ്ങളിലായി നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതയായിട്ട് ഇനി മുമ്പോട്ട് പോകണ്ടു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഞങ്ങളെ ഒരിക്കലും നിങ്ങൾ പരിഗണിക്കില്ല, ഞങ്ങളുടെ വാക്കുകൾ പരിഗണിക്കില്ല എന്നുള്ള അർത്ഥം തന്നെയാണ് ഇതിന് എന്ന് ഞാൻ എഴുതി. പക്ഷെ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി പോരാടും, അകത്തും പുറത്തും പോരാടുമെന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആ കത്ത് അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് ഈ 1-2 മാസത്തിന് ശേഷമാണ് ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായത്. ഇത് തിരുത്തലിന് വലിയ ഒരു തുടക്കമാണ്. ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും, അമ്മ സംഘടനയിൽ വരുന്ന ഭരണസമിതിയെങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഇത്തരത്തിലുള്ള അംഗങ്ങളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഭരണസമിതി വരണം. എല്ലാം ഇത് നല്ല രീതിയിലുള്ള ഒരു മാറ്റമായിട്ട് തന്നെയാണ് കാണുന്നത്. അത് പറ്റില്ലല്ലോ. അതിപ്പോൾ അന്വേഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് സമാധാനം പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ടിനകത്തുള്ള ആൾക്കാരും എന്തായാലും സമാധാനം പറയണം. അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കും. ഇപ്പോൾ നല്ലൊരു അന്വേഷണ കമ്മിറ്റി വന്നു, പിന്നെ പോലീസ് ഓഫീസേഴ്സൊക്കെ ഉള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അവരുടെ ആ ടീമിൻ്റെ മുൻപിൽ എന്തായാലും ഇവരെല്ലാവരും വരും, മൊഴി കൊടുക്കണം. വരുന്ന ഇനിയുള്ളതും വരാൻ പോകുന്നതും എല്ലാവരും വരണം. അവർക്ക് മാതൃകാപരമായ ശിക്ഷയും കിട്ടട്ടെ. എല്ലാ മേഖലയിലും, ചലച്ചിത്ര മേഖലയിൽ നിന്ന് മാത്രമല്ല, ഇത്തരത്തിൽ അനുഭവമുള്ള എല്ലാ മേഖലയിലുള്ള സ്ത്രീകൾക്കും തൊഴിൽ ഇടത്ത് സുരക്ഷമായി, സന്തോഷമായി, സമാധാനമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സർക്കാർ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ഉചിതമായ നടപടിയും ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. WCCയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വനിതയെ ഈ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ടോ? ഇനി അതേക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് അവർ അമ്മയിൽ അംഗങ്ങളല്ലല്ലോ ഇപ്പോൾ. അവരമ്മയിൽ നിന്ന് രാജിവെച്ച് പോയതാണ്. ഞാൻ അന്നും പറഞ്ഞത്, ഇവരെന്തിനാണ് രാജിവെച്ച് പോയത്? ഇതിനകത്ത് നിന്ന് ഞങ്ങളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അവരുടെ കൂടെ ഒപ്പം നിൽക്കും, നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാട്ടം തുടരേണ്ടതായിരുന്നു. പക്ഷെ അവർ ആ സമയത്ത് നമ്മൾ പോലും അറിഞ്ഞില്ല, അവർ രാജിവെച്ചങ്ങ് പോയി. അപ്പം അമ്മയിലെ അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ ചട്ടക്കൂടെന്ന് പറയുമ്പോൾ അംഗങ്ങളായുള്ള ആൾക്കാർക്കല്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാലം തെളിയിച്ചെന്ന് വെച്ചാൽ അവർ മുന്നിട്ട് ഇറങ്ങിയതുകൊണ്ട്, അത് ഞാൻ അന്നേ പറഞ്ഞത്, അവരെ അഭിനന്ദിക്കുന്നു.
ആ പെൺകുട്ടികൾ ഇത്രയും ശക്തിയായിട്ട് പിന്നെ മുഖ്യമന്ത്രിയെ പോയി കാണുകയും ഈ ഒരു ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ഞങ്ങൾ ഈ സർക്കാർ ലോകത്തെവിടെയും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവില്ല. ഒരു സർക്കാർ പിന്നെ ഹേമ കമ്മിറ്റി വരികയും ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ എന്തുവാ സ്ത്രീപക്ഷ സർക്കാരെന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് വിശ്വസിക്കാം. സർക്കാർ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.